UDFിന്റെ പ്രധാന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ല, കോൺഗ്രസുമില്ല എന്ന് ഒരു പരിധിവരെ പറയാം. UDFിനെ അധികാരത്തിലെത്തിക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നിച്ച് അണിനിരന്ന് മുസ്ലിം വോട്ടുകൾ UDFിന് അനുകൂലമായി ഏകീകരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അതിലവർ വിജയിക്കുകയും ചെയ്തിരുന്നു. അതുതന്നെയാണ് വൻ വിജയം നേടാൻ UDFിനെ സഹായിച്ച പ്രധാനപ്പെട്ട കാര്യം. UDF അധികാരത്തിൽ വന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചതും മുസ്ലിം ലീഗ് തന്നെയാണ് എന്ന് കൂടി ഓർക്കണം. അങ്ങനെ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ച് മുസ്ലിം ലീഗിന് തന്നെ വിനയായി വരുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ലീഗ് കടന്നു പോകുന്നത്. രണ്ട് പ്രശ്നങ്ങളാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. ഒന്ന് PM ശ്രീ തന്നെയാണ്. PM ശ്രീയെക്കുറിച്ച് മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങേണ്ടി വരുന്ന അവസ്ഥ. അതുമാത്രമല്ല, PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രി തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ മാറി മാറി PM ശ്രീയെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയും നാം കാണുന്നു. എല്ലാ കുറ്റങ്ങളും കഴിഞ്ഞ സർക്കാരിൻ്റെ തലയിലിട്ട് PM ശ്രീ നടപ്പാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് UDF. മുസ്ലിം ലീഗ് മന്ത്രിമാർ, നേതാക്കൾ അവർ പരസ്യമായി അഭിപ്രായം പറയുന്നില്ല എങ്കിലും വലിയ സമ്മർദ്ദമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സംഘടനകൾ ഇതിനകം തന്നെ മുസ്ലിം ലീഗിന് എതിരെ വന്നു കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിൻ്റെ ഘടകകക്ഷിയെ പോലെയാണ് പ്രവർത്തിച്ചത് എന്നോർക്കണം. പരസ്യമായി രംഗത്ത് വന്നു. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴിതാ മുസ്ലിം സംഘടനകൾ, മറ്റ് മുസ്ലിം സംഘടനകൾ, സമസ്ത പോലെയുള്ള സംഘടനകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. സമസ്ത കാന്തപുരം വിഭാഗം പരസ്യ പ്രതികരണം നടത്തി കഴിഞ്ഞു. ഒരിക്കലും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്ന നിലപാട് അവർ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സമസ്ത കാന്തപുരം വിഭാഗത്തിൻ്റെ വിവിധ സംഘടനകളുടെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിച്ചത്. അത് കഴിഞ്ഞ ഉടനെ സമസ്ത EK വിഭാഗവും പ്രതികരണവുമായി രംഗത്ത് വന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സബ് കമ്മിറ്റിയുടെ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ടല്ലോ, ആ സമിതിയുടെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാം. PM ശ്രീ പദ്ധതിയുമായി ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിനോട് യോജിപ്പില്ല എന്ന നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതൃപ്തി സമസ്ത EK വിഭാഗത്തിലുമുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ, കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് സമസ്ത EK വിഭാഗം, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിഭാഗം. അവർക്ക് തന്നെ അതൃപ്തി ഉണ്ട്, പരസ്യമായി പറയുന്നു, അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം നേടേണ്ടി വരും UDFിൽ തുടരുക, ഈ നയങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നതിന്. അതോടൊപ്പം തന്നെയാണ് ഗവർണറുടെ ഇടപെടൽ. ഗവർണർ ഇന്ന് വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് യോഗാ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരിക്കലും ഗവർണർക്ക് അതിന് അധികാരമില്ല, യോഗം വിളിക്കാനും പാടില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയാം എന്നതിനപ്പുറത്തേക്ക് ഭരണത്തിൽ ഇടപെടുക എന്നത് ഗവർണർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അതാണ് ഇവിടെ ഗവർണർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല, എതിർക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും BJPയുടെ ഗവർണറുടെ കയ്യിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിലെല്ലാം വലിയ അതൃപ്തിയുണ്ട് മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം ലീഗിനും. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എത്ര കാലം മുസ്ലിം ലീഗിന് UDFിൽ തുടരാൻ കഴിയും? UDFിൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ UDFിന്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിനെ പൂർണ്ണമായും പരിഗണിക്കേണ്ട, എന്നാൽ അവഗണിക്കുകയും ചെയ്യേണ്ട എന്ന നിലപാടിലേക്ക് എത്തിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസിന് മുസ്ലിം ലീഗിന് ആവശ്യമുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രം. ഇപ്പോൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ തലവേദനയും പ്രശ്നവും ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് നിർണായക റോൾ ഉണ്ടാകും. എന്നാൽ ഇത്തവണ അതില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിയുമായി ഒന്നും ആലോചിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി. അതും വലിയ അലോസരം ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്കും. മുസ്ലിം ലീഗ് അണികളിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അധികകാലം മൂടിവെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല UDFിന്. മുസ്ലിം ലീഗിന് ഇക്കാര്യങ്ങൾ പരസ്യമായി പ്രതികരിക്കേണ്ടി വരും, അതിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ
ഇങ്ങനെ പോകുമ്പോൾ UDF തന്നെ ശിഥിലമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ചർച്ച ഇതിനകം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്.